നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ഇപ്പം സോളാർ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാവർക്കും, അതായത് സോളാർ പ്രൊസ്യൂമേഴ്സിന് എല്ലാവർക്കും കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രോസ് മീറ്ററിങ്, പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ. അപ്പോൾ അതിനകത്തുള്ളൊരു 3 കാര്യങ്ങളുടെ ക്ലാരിറ്റി പെട്ടെന്ന് ഞാൻ പറഞ്ഞ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം തരുന്ന രീതിയിലുണ്ടായ ഒരു മറുപടി ഞാനിപ്പോൾ പറയാം. ഫസ്റ്റ് തിങ്, ഗ്രോസ് മീറ്ററിങ്. നമ്മുടെ എല്ലാവരുടെയും ഇന്ന് രാവിലെ വന്ന ന്യൂസ് പേപ്പറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ഗ്രോസ് മീറ്ററിങ്ങിൻ്റെത് റെഗുലേറ്ററി കമ്മീഷനും KECBയും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് മീറ്ററിങ് എന്നുള്ള കാര്യം വരില്ല, നെറ്റ് മീറ്ററിങ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഓൾറെഡി അവർ ക്ലാരിറ്റി തന്നിട്ടുണ്ട്. അപ്പം അത് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ അതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷൻ ഡ്യൂട്ടി കൂടിയിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മളിലുള്ള എല്ലാവരും KECB അറിയിച്ചിട്ടുണ്ട്. അതിന് കസ്റ്റമേഴ്സിന് വന്നിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ടുമുണ്ട്. അപ്പം 1% നിന്ന് 10% ആക്കിയാണ് മാറ്റിയിരിക്കുന്നത് ജനറേഷൻ ഡ്യൂട്ടി. അതാണ് കുറച്ച് എല്ലാവർക്കും സോളാർ പ്രൊസ്യൂമേഴ്സിനെല്ലാം കുറച്ച് ബില്ല് 250 ഒക്കെ വന്നുകൊണ്ടിരുന്നവർക്ക് 500 ഒക്കെ വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇയർലി നമ്മൾ ഇപ്പം KECBയിലേക്ക് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് കൊടുക്കുന്ന എക്സ്പോർട്ടിലേക്ക് കൊടുക്കുന്ന KECBയിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ഫണ്ട് നമുക്ക് എല്ലാവർക്കും സോളാർ പ്രൊസ്യൂമേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ KECB അത് തരുന്നുണ്ട്. എല്ലാവർക്കും കൺഫ്യൂഷൻ, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അത് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അത് കിട്ടുന്നുണ്ട്, KECB അത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രോസസ്സ് ചെയ്യും. അത് എല്ലാ വർഷവും സെപ്റ്റംബറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ മാർച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളിലാണ് നിലവിൽ കുറച്ച് കൺഫ്യൂഷൻസ് നിന്നിരുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് us, Bodhi Solar. Thank you.